കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. മദനകാമേശി വശ്യയന്ത്രം. മദനകാമേശി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മദനകാമേശി എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം, മതിച്ച് കാമ പരവശയോട് നിൽക്കുന്നതായിട്ടുള്ള ഒരു മന്ത്രമാണ്. ആ മന്ത്രം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് വിലക്കുകൾക്കാണ് കൂടുതൽ. കവിളാചാര പ്രകാരമുള്ളതൊക്കെ ആയിട്ടുള്ള ഒരുപാട് വിലക്കുകളുണ്ട്. കാര്യം ഭാര്യാഭർത്താക്കന്മാർ ഒന്നിച്ച് താമസിച്ചു കഴിഞ്ഞാൽ കാര്യത്തെ വിവാഹം അതിനാ ലോക ഭാര്യ ഭർത്തൃ സമാഗമാ. പക്ഷെ ഭാര്യയും ഭർത്താവും സമാഗമിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാക്കുന്നതായിട്ടുള്ള വിഷയങ്ങൾ ഉള്ളതായിട്ടുള്ള ചില ദുഷ്പ്രവൃത്തികൾ ആൾക്കാർ നമുക്ക് വേണ്ടി ചെയ്യും. കാര്യം വെച്ചാൽ ഒരു ഭാര്യ ഭർത്താവും സന്തോഷത്തോട് കഴിഞ്ഞു കൂടുവാണെങ്കിൽ അവരുടെ ശരീരവും മനസ്സോ ഒന്നിച്ചടുക്കാൻ പാടില്ല. അവർ തൃപ്തികരമായിട്ടുള്ള ഒരു മാനസിക ശാരീരിക ബന്ധം മുന്നോട്ട് പുലർത്തരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പഴയ കാലത്തൊക്കെ വിലക്കെന്ന് പറയും, ചാഴി വിലക്ക് അങ്ങനെയൊക്കെയുള്ള വിഷയത്തിൽ കൂടെ ഉള്ള ഒരു വിലക്കാണത്. അങ്ങനെ ഉള്ള ഒരു വിലക്ക് രീതിയിൽ വരുമ്പോൾ അതിൽ നിന്നും മോചനം നേടാനാണ് മദനകാമേശി മന്ത്രങ്ങളും യന്ത്രങ്ങളും മദനകാമേശ്വരി പൂജയും നടത്തുന്നത്. കാര്യം എന്താ വെച്ചാൽ എത്രയൊക്കെ ആ വിലക്ക് വന്നു കഴിഞ്ഞാൽ സ്ത്രീയെയും പുരുഷനും ശാരീരികമായിട്ടൊരു ബന്ധം പുലർത്താനോ അവരുടെ ഐശ്വര്യ സമ്പൽ സമൃദ്ധമായിട്ടുള്ള ജീവിതത്തിനോ തടസ്സങ്ങൾ വരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വിലക്ക് അവിടെ കിടക്കുകയാണ്. ഏതെങ്കിലും രീതിയിൽ വിലക്കുകളൊക്കെ ചെറിയ ചെറിയ പച്ചമരുന്ന്, തൊട്ടാവാടി ഇങ്ങനെയൊക്കെയുള്ള സാധനം കൊണ്ട്, പിന്നെ ആലില കൊണ്ട്, തൊട്ടാവാടിയുടെ ഇല കൊണ്ട്, കാശാവ് എന്ന് പറയുന്ന വൃക്ഷം കൊണ്ട്, പാൽമതക്ക് എന്ന് പറയുന്ന വൃക്ഷം കൊണ്ട്, കടലാടി എന്ന് പറയുന്ന വൻകടലാടിയും ചെറുകടലാടി കൊണ്ട്, തുമ്പപ്പൂ കൊണ്ട്, അതുപോലെ പിന്നെ കുന്നിവേര് കൊണ്ട്, അതുപോലെ പിന്നെ അങ്ങനെയൊക്കെയുള്ള കുന്നിവേര്, പിന്നെ ഇത് ചുണ്ടയ്ക്ക ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ കൊണ്ട് വിലക്കുകൾ ഉണ്ടാക്കി തീർക്കുന്നതായ കാട്ടുജാതി കൗളാചാര സംബന്ധമായിട്ടുള്ള ഈ ആ മന്ത്രങ്ങൾക്കൊക്കെ എന്ന് വെച്ചാൽ ഋഷി ഛന്ദസ് ഒന്നും ഇല്ലാത്ത മന്ത്രങ്ങളാണ്. കാര്യം ഋഷിയില്ല, ഛന്ദസ്സില്ല. അതൊരു താളത്രയത്തിൽ പാടിപ്പോകുന്നതാണ്. ഗദ്യരൂപേണയുള്ള വിലക്കുകളാണ്. വിളിച്ചൊല്ലി പ്രാർത്ഥന പോലുള്ള ഒരു വിലക്കുകളായിട്ടുള്ള ഒരു മന്ത്രങ്ങളാണ്. ഇപ്പം നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഓം നമോ ഭഗവതേ ഓം കൊല്ലപ്പെരുമ്പറേൻ്റെ കാലിട്ട് തോലിട്ട് നീലപ്പെരുമ്പറ വന്നവണ്ണം അങ്കവനം നിൽക്കും വണങ്ങുക. അതേ രീതി അതിൻ്റെ വേറൊരു മന്ത്രമാണ് ഞാനിപ്പം പറഞ്ഞത്. അങ്ങനെയുള്ള കൗളാചാരപ്രകാരമുള്ള ചില മന്ത്രങ്ങളുണ്ട്. ആ മന്ത്രത്താൽ പുരുഷനെ സ്ത്രീയെയും വിലക്കിക്കളയും. ആ വിലക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീയും പുരുഷനും ഒന്നിച്ച് കിടന്നാൽ പോലും അവരുടെ ദാമ്പത്യ ബന്ധം മുന്നോട്ട് പോകത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് സന്താന സംതൃപ്തി ഉണ്ടാകാതിരിക്കുകയും സന്താനങ്ങളില്ലാതെ വരികയും അല്ലെങ്കിൽ അവരുടെ കുടുംബജീവിതത്തിൽ പരാജയം വരികയും, ഇപ്പോഴത്തെ കാലയളവ് അനുസരിച്ചിട്ടാണെങ്കിൽ ഇന്നത്തെ കുട്ടികളനുസരിച്ചാണെങ്കിൽ അവർ പിരിഞ്ഞു പോവുക അല്ലെങ്കിൽ ഡൈവേഴ്സ് ആകുക ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നതായിട്ടുള്ളൊരു അവസ്ഥയുണ്ട്. അതിനാണ് അവരുടെ മനസ്സ് തമ്മിൽ ഒന്നിച്ച് ചേർക്കുവാൻ വേണ്ടി മനോബലം ഒന്നിപ്പിക്കാൻ വേണ്ടിയാണ് ഈ മദനകാമേശി മന്ത്രങ്ങൾ ഉപയോഗിക്കുകയും മദനകാമേശിയുടെ പൂജ നടത്തുകയും ചെയ്യുന്നത്. മദനകാമേശിയുടെ പൂജ മുല്ലപ്പൂ കൊണ്ടാണ് സാധാരണ ഏറ്റവും കൂടുതൽ ഈ പൂജകൾ ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ മുല്ലപ്പൂ അതിവശ്യവും മഹാലക്ഷ്മിക്ക് പ്രിയപ്പെട്ടതും സമ്പൽ സമൃദ്ധി ഉണ്ടാകുന്നതായിട്ടുള്ള ഒരു പൂജയാണ് മദനകാമേശി പൂജ. അങ്ങനെ ശാരീരിക സംതൃപ്തിക്കുറവോ മാനസിക സംതൃപ്തിക്കുറവോ ഭാര്യാഭർത്താക്കന്മാർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മദനകാമേശി പൂജ ചെയ്യുന്നത് അവരുടെ കുടുംബജീവിതം സംതൃപ്തമാകാനും അവരുടെ ശാരീരിക ബന്ധത്തിന് നല്ല രീതിയിലുള്ള സംതൃപ്തി, നല്ല സുഖവും സംതൃപ്തിയും അനുഭവിച്ച് മുന്നോട്ട് പോകുവാനും കഴിയുമെന്നാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്. നല്ല പവിത്രമായിട്ടുള്ള ഭാര്യാഭർത്തൃ ബന്ധം നിലനിർത്തുകയും ചെയ്യുന്നതിന് മദനകാമേശ്വരി മന്ത്രവും യന്ത്രവും പൂജയും ഏറ്റവും ഉത്തമമാണെന്നാണ് ആചാര്യന്മാർ വിധിച്ചിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.